നമസ്കാരം. ഏതം ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓഗസ്റ്റ് 30 ശനിയാഴ്ച വരെയുള്ള കേരള തിയേറ്ററിലെ എല്ലാ സിനിമകളുടെയും കളക്ഷൻ ഡീറ്റെയിൽസുകളാണ്. അതിൻ്റെ മുന്നേ ചെറിയൊരു അഭ്യർത്ഥന ഉണ്ട്. ഇതുവരെ ചാനൽ സബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ ചാനൽ സബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാരണം നമ്മൾ വീഡിയോ കാണുന്ന 98% ആളുകളും സബ് ചെയ്യാത്തവരാണ് എന്ന ദുഃഖം കൂടി ഇതിനോട് കൂടെ ഞാൻ പങ്കുവെക്കുന്നു. അതുകൊണ്ട് ദയവായി പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചാനൽ സബ് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് സുമതി വളവ് ചിത്രത്തിന്റെ കളക്ഷൻ ഡീറ്റെയിൽസിലേക്കാണ്. കഴിഞ്ഞ ഒരു മാസമായി കേരളത്തിലെ തിയേറ്ററുകളിൽ വിജയകരമായി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് സുമതി വളവ്. ഈ ഒരു മാസത്തിനിടയ്ക്ക് ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് 20,30,00,000 രൂപയാണ്. വലിയ വിജയമായി മാറിയിരിക്കുകയാണ് സുമതി വളവ്. 2 മാസത്തോളം മുൻപ് റിലീസായ F1 ദ മൂവി എന്ന ചിത്രത്തിന്റെ കളക്ഷനാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. 2 മാസത്തോളമായി കേരള തിയേറ്ററിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്ന F1 ദ മൂവി 2 മാസം കൊണ്ട് കേരള തിയേറ്ററിൽ നിന്ന് 9,35,00,000 രൂപയാണ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് 30 ശനിയാഴ്ച വരെ ലോക എന്ന ചിത്രം തിയേറ്ററിലേക്ക് എത്തിയിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ. ഈ 3 ദിവസം കൊണ്ട് ഈ ചിത്രം കേരള തിയേറ്ററിൽ നിന്നും ഏതാണ്ട് 10,60,00,000 രൂപ കളക്ട് ചെയ്തിരിക്കുന്നു. വലിയൊരു വിജയത്തിലേക്കാണ് ലോക പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഹൃദയപൂർവ്വം എന്ന ചിത്രം കേരള തിയേറ്ററിൽ എത്തിയിട്ട് ശനിയാഴ്ചയ്ക്ക് 3 ദിവസം പൂർത്തിയാക്കുന്നു. ഈ 3 ദിവസം കൊണ്ട് ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് 8,06,00,000 രൂപയാണ്. ലോകയെ പോലെ തന്നെ വലിയൊരു വിജയത്തിലേക്കാണ് ഹൃദയപൂർവ്വം കുതിക്കുന്നത്. ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ നേടിയെടുത്ത അർജുൻ അശോകന്റെ തലവര എന്ന ചിത്രം ഓഗസ്റ്റ് 30 കണക്കാക്കുമ്പോൾ തിയേറ്ററിലേക്ക് എത്തിയിട്ട് 9 ദിവസങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ഈ 9 ദിവസം കൊണ്ട് കേരള തിയേറ്ററിൽ നിന്ന് ഈ ചിത്രം നേടിയെടുത്തത് 2 കോടി രൂപയാണ്. വളരെ നല്ലൊരു ചിത്രമായിട്ടും പ്രതീക്ഷിച്ച അത്ര ഒരു പ്രകടനം തലവരക്ക് വന്നിട്ടില്ല. മൗത്ത് പബ്ലിസിറ്റിയോടെ ഈ പ്രേക്ഷകരിൽ എത്തുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. 2 ദിവസമായി കേരള തിയേറ്ററിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്ന ഓടും കുതിര ചാടും കുതിര എന്ന സിനിമ ഇതുവരെ 2 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1,12,00,000 സ്വന്തമാക്കിയിരിക്കുന്നത്. വലിയൊരു വിജയം പ്രതീക്ഷിച്ചെത്തിയ ഈ ചിത്രം പ്രേക്ഷകരെ അക്ഷരാർത്ഥത്തിൽ നിരാശരാക്കി എന്ന് വേണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ. 2 ദിവസം മുമ്പ് തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമാണ് മേനെ പ്യാർ കിയ എന്ന ചിത്രം. പുതുമുഖങ്ങളുമായി വന്ന ഈ ചിത്രം 2 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 26,00,000 രൂപ മാത്രമാണ് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 2 ദിവസം മുമ്പ് കേരള തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമാണ് പരം സുന്ദരി. 2 ദിവസം കൊണ്ട് ഈ ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആകെ നേടിയെടുക്കാനായത് 8,26,000 രൂപ മാത്രമാണ്. മേനെ പ്യാർ കിയ, പരം സുന്ദരി എന്നീ സിനിമകൾ കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. സിനിമാ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ചാനൽ സബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ ചാനൽ സബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.